ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. എന്നുവെച്ചാൽ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് 3 മാർക്സിനാണ് വരിക. അപ്പോൾ ഈ ഡെഫിനിഷൻ ഇമ്പോർട്ടൻറ്റ് റോളാണ്. ക്ലിയർ അല്ലേ? പ്രോബ്ലം ബേസ്ഡ് ആൻഡ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. And then after that we learn module based modular design, right? So modular design is nothing. We have divide the project. We divide the project or on product in module base. Okay, we are going to designing one big product. That product is big, so we are divided in the small parts of the project. Then we are trying to solve that smaller modules, and finally we are fix that all smaller parts. Okay, modular design or modularity design is a design theory and practice that subdivides a system. Okay, subdivides a system into smaller parts called modules. Okay, ഒരു ബിഗ് മോഡ്യൂൾസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്താണ്, ഞാൻ എന്ത് എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്? വാട്സപ്പ് വെച്ചിട്ടാണ് പറഞ്ഞു തന്നത് അല്ലേ? ഇപ്പോൾ വാട്സപ്പ് ആയാലും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോയാലും നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുക? ഒരു ബിഗ് പ്രൊജക്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ അതിന് എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? സ്മോൾ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സ്മോൾ പാർട്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് സോൾവിങ് എന്ത് ചെയ്യും? എല്ലാ ആൾക്കാരും ആ സ്മോൾ പാർട്സിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സ്മോൾ പാർട്ടിനെയും ചേർക്കുമ്പോഴാണ് എന്ത് വരിക? ഫൈനൽ പ്രൊഡക്റ്റ് വരിക. ഓക്കെ, നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ പോയാലും ഈ നിങ്ങൾ പ്രൊജക്റ്റ് ടീമിൽ എങ്ങനെയാണ് ഉണ്ടാവുക? സ്മോളർ പ്രൊജക്റ്റ് ആയിട്ടാണ്, സ്മോൾ മോഡ്യൂൾസ് ആണ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എഗെയിൻ അത് ഫൈനലി കമ്പൈൻ ചെയ്യുന്ന ആളാണ് ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്ന ആൾ. ഓക്കെ, എല്ലാ സോഫ്റ്റ്വെയർ കമ്പനീസിലും ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെവലപ്പറിൻ്റെ കോഴ്സ് ഉണ്ട്. ഈ ഇൻ്റഗ്രേറ്റർ എന്നുള്ള ആളുടെ പണി എന്താണ്? അവിടെ കമ്പനീസിലുള്ള ഒരു ടീമിലുള്ള 5 ആൾക്കാർ ചെയ്തിട്ടുള്ള സബ് മോഡ്യൂൾസിനെ മെയിൻ മോഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഇൻ്റഗ്രേറ്റർ ആയിരിക്കും. ക്ലിയർ? മോഡുലർ ഡിസൈൻ ക്ലിയർ ആണോ? ഇവിടെ മെയിനായിട്ട് മറക്കാതിരിക്കേണ്ട പോയിന്റ് എന്താണ്? We are going to subdivide a system into smaller parts called modules, which can be independently created, modified, replaced, or exchanged between the different systems. Okay. Today's topic is application of biomimicry and aesthetics and ergonomics in design. Okay. Application of biomimicry, then aesthetics and ergonomics in design. Okay. First, we are going to learn about biomimicry. Okay. Biomimicry is nothing, as it's called, it's a method for creating a solution to human challenges by emulating design and ideas found in nature. Okay. മനസ്സിലായോ? ബയോമിമിക്രി എന്ന് പറയുന്നത് എന്താണ്? We are creating some solution, okay, to human challenging by emulating designs and ideas found in nature. മനസ്സിലായോ? നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എയ്റോപ്ലെയിൻ പറയാം. എയ്റോപ്ലെയിൻ്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു? സോ ഹ്യൂമൻസ് നീഡ് ടു ഫ്ലൈ, റൈറ്റ്? സോ അപ്പോൾ അവർക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സോ ദേ നീഡ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നേച്ചറിലുണ്ടാണ് കിട്ടിയത് അല്ലേ? അവർ എവിടെ നിന്നാണ് ആ കോൺസെപ്റ്റ് അവർ കിട്ടിയത്? എവിടെ നിന്നാണ് കിട്ടിയത്? എയ്റോപ്ലെയിൻ്റെ കോൺസെപ്റ്റ് അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നേച്ചറിലുണ്ടാണ് കിട്ടിയത്. നേച്ചറിൽ എന്താണ്? ബാഡ്സ് എന്ത് ചെയ്ത് ഫ്ലൈ ചെയ്തത് അവർ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു കോൺസെപ്റ്റ് കിട്ടി. എന്താണ്? ഒരു പ്ലെയിൻ ലീഫ് ഉണ്ടെങ്കിൽ എന്താണ്? വിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടി. ഓക്കെ, അത് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തത്? ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ബയോമിമിക്രി എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായി. വാട്ട് ഈസ് മീൻ ബൈ ബയോമിമിക്രി? ബയോമിമിക്രി ഇറ്റ്സ് എ മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ്. നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ബട്ട് വി നീഡ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലംസ്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? സൊല്യൂഷൻസ് മീൻസ് അതിൻ്റെ ഐഡിയാസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഫ്രം ദ നേച്ചർ. ക്ലിയർ ആണോ? Okay, so this concept we are using everywhere. For example, buildings, vehicles, and even materials. Okay, buildings എന്ന് പറയുമ്പോൾ എന്താണ്? ബിൽഡിങ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എൻ്റെ. ഈ ഡിസൈൻസ് ഒക്കെ നോക്ക്.
ഡിസൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഡിസൈനൊക്കെ നോക്ക്. ഇതെന്താണ്? ഫിഷ് ഡിസൈൻ ആണ് അല്ലേ? ഫിഷ് ഡിസൈൻ എന്താണ്? ഒരു നേച്ചർ തിങ് ആണല്ലോ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേച്ചറായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ മോഡലാണ് അവർ എന്ത് ചെയ്തത്? ഡിസൈനായിട്ട് യൂസ് ചെയ്തത്. സോൾവ് ചെയ്തതാണ്. ഇങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മോഡൽ എങ്ങനെയാണുള്ള ഫിഷ് ആണല്ലേ? ഇതെങ്ങനെയാണ്? ലോട്ടസ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു സ്നെയിലല്ലേ? സ്നെയിലിൻ്റെ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറേ മോഡൽസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഐ തിങ്ക് ജപ്പാനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പീഡ് ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇതെങ്ങനെയാണ് വെച്ചത്? അവരൊരു ബാഡിൻ്റെ ഫേസിൻ്റെ ഷേപ്പിലാണ് അവർ എന്ത് ചെയ്തത്? ഡിസൈൻ ചെയ്തെടുത്തത്. ഓക്കെ, പിന്നുള്ളത് എന്താണ്? അങ്ങനെ കുറേ ഡിസൈൻസ്. ഇതിലുള്ള ഇമേജസ് ഒക്കെ അവർ എന്ത് ചെയ്തതാണ്? ഇതിൽ വെച്ച് ഇൻട്രാക്ട് ചെയ്ത് അവർ എടുത്തതാണ്. നേച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്ത്? നേച്ചറായിട്ടുള്ള കാര്യങ്ങൾ അവർ അട്രാക്ട് ചെയ്തു. അതിൻ്റെ ബേസിലാണ് അവർ എന്ത് ചെയ്തത്? ഡിസൈൻ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണ്? വാട്ട് ഈസ് മീൻ ബൈ biomimicry? Biomimicry means is the method for creating solution to human challenging by emulating designs and ideas from the nature. It is used in everywhere. ഫോർ എക്സാമ്പിൾ ബിൽഡിങ്സ് നിങ്ങളിപ്പോൾ കണ്ടായിരുന്നു അല്ലേ? ബിൽഡിങ്സ് അഗെയിൻ എന്താണ്? വെഹിക്കിൾസ് മീൻസ് എന്താണ്? ഫോർ എക്സാമ്പിൾ കാർ. കാർ എന്താ? ജാക്വാർ എന്നൊരു കാറുണ്ടല്ലേ? ജാക്വാർ കാർ എന്താ ഉദ്ദേശിക്കുന്നത്? ജാക്വാർ എന്ന് പറയുന്നത് അവരുടെ മോഡലിൽ അവർ എന്തിൻ്റെ എലിവേഷൻ വെച്ചിട്ടുണ്ടാവും? ജാക്വാർ എന്നുള്ള ഒരു അനിമൽ ഉണ്ട് അല്ലേ? ആനിമൽ. ആ അനിമലിൻ്റെ പുലി പോലെ. സ്കെൽറ്റൽ മോഡലാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക? കാറിന് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ദെൻ എന്താണ്? ഈവൻ മെറ്റീരിയൽസ്. ഓക്കെ, സം മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ? നിങ്ങൾ യൂസ് ചെയ്യുന്ന എറസർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ ഫോർ എക്സാമ്പിൾ നമ്മൾ സെൽഫോണിൽ കേസൊക്കെ വയ്ക്കില്ലേ? കേസൊക്കെ വയ്ക്കുമ്പോൾ എന്താണ്? സപ്പോസ് നേച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസൈന് യൂസ് ചെയ്തിട്ടുണ്ട്. Okay, so we can biomimicry design we can use anywhere. Okay, but the main concept is the model, the ideas should come from the nature. നമുക്ക് ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവും? നേച്ചറിലാണ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം, ഒരു 16 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്ത ബയോമിമിക്രി വെച്ചൊരു ന്യൂ പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യേണ്ടി വരും. Okay. Then second one is it is the emulation of models, systems and elements of nature for the purpose of solving complex human problems. Okay, so biomimicry it is used to solve the complex human problems. Okay, this emulation of the models, systems and elements of nature for the purpose of solving കോംപ്ലക്സ് ഹ്യൂമൻ പ്രോബ്ലംസ്. ഓക്കെ, ഇതിൻ്റെ മോഡൽസ് ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിൻ ഞാനിപ്പോൾ കാണിച്ചല്ലേ? ട്രെയിൻ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ഡിസൈൻ വെച്ചത്? ഈ ഡിസൈൻ എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്തത്? ആക്ച്വലി ഇങ്ങനെയുള്ള ട്രെയിനൊക്കെ എന്തായിരിക്കും? സ്പീഡായിരിക്കും അല്ലേ? നല്ല സ്പീഡിലാണ് പോവുക. ഓക്കെ, നീളം എന്താണ്? പെർ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു 250 കിലോമീറ്റേഴ്സ് പെർ അവർ വിചാരിക്കാം. ഓക്കെ, 250 അല്ല, അതിന് കൂടുതലുണ്ട്. ഓക്കെ, അങ്ങനെ സ്പീഡായിട്ട് എയറിൽ പോകുമ്പോൾ എന്ത് പോസിബിലിറ്റീസ് ആണ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്? എന്ത് പ്രശ്നം വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്? എന്താണ് ആ പ്രോബ്ലം വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്? നോയിസ് പൊല്യൂഷൻ ഉണ്ടാവും. നോയിസ്. അഗൈൻ എന്നോട് മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് വരും. ഓക്കെ, നമ്മൾ ഒരു സ്പീഡായിട്ട് ഒരു സാധനം പോകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? എയറിൻ്റെ കൂടെ എയർ പാസ് ചെയ്യണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിൻ്റെ ഫ്ലോട്ടിംഗ് സിസ്റ്റത്തിൽ അത് എന്ത് ചെയ്യും? എയർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് എല്ലാ സ്ഥലത്തിലും എന്തുണ്ടാവും? എയർ ഉണ്ടാവും. ഓക്കെ, എയറിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ എന്ത് പ്രശ്നം വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും? സപ്പോസ് നമുക്ക് ഹീറ്റ് ഇഷ്യൂ വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. പിന്നെ സ്പീഡിൻ്റെ കുറച്ച് ഇഷ്യൂസ് വരാൻ പോസിബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ബട്ട് ഇങ്ങനെയുള്ള ഡിസൈൻ ആണെങ്കിൽ എയർ എങ്ങനെയാണ് പോയിട്ടുണ്ടാവുക? എയർ മോഡിലോട്ട് പോകാനുള്ള രീതിയിലാണ് ഇതെന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചില ടൂ വീലറിലൊക്കെ കണ്ടിട്ടുണ്ട്. ടൂ വീലറിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും ചെറുതായിട്ട്. എന്തിനാണ് ആ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവുക? ആ ടൂ വീലറിൽ നിങ്ങൾ ചില ബൈക്കിലൊക്കെ ടൂ വീലറിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവുമല്ലേ ഫ്രണ്ടിൽ? ആ ഹെഡ് ഒന്ന് ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക ആ ഗ്ലാസ്? ഇവിടെ ആരുടെ കയ്യിലും ടൂ വീലറില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? സപ്പോസ് നമ്മൾ അതെന്താണ്? നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എയർ നല്ല രീതിയിൽ നമ്മുടെ ഫേസിലേക്കാണ് വരിക.
സപ്പോസ് അങ്ങനെയുള്ള ഒരു ഡിസൈൻ എന്ത് ചെയ്യുന്നത് എയറിന് നമ്മളുടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് മുകളിലോട്ട് പോകുന്ന രീതിയിലാണ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ടുള്ള എയർ എന്ത് ചെയ്യൂല, നമ്മുടെ ഭാഗത്തിലേക്ക് വരില്ല. ഓക്കെ. So living organisms have evolved well-adapted structure and materials over geological time through the natural selection. Natural selection. Living organisms has evolved well-adapted structure and materials over geological time through the natural selection. Okay. Biomimicry is also used to raise new technologies inspired from biological solution and macro and nanoscales. Macro and nanoscales means small products. Okay. Now, new technologies in macro and nanoscales are recently developing technologies. Okay. But other rise of biomimicry models in this use. Okay. And humans have looked at the nature for answer to problems throughout our existence. Okay. Sometimes humans have some problem, so they are looking at the nature for answer probleming throughout our existence. Okay. Nature has solved engineering problems such as self-healing abilities, environmental exposure, tolerance and resistance, and solar energy. Okay. Nature already we have nature has already we have solved some engineering problems. എന്തൊക്കെ engineering problems ആണ് സോൾവ് ചെയ്തിട്ടുള്ള സെൽഫ് ഹീലിംഗ് എബിലിറ്റീസ്, എൻവയോൺമെന്റൽ എക്സ്പോഷർ, ടോളറൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് സോളർ എനർജി. Okay. Then second one is, okay, biomimicry principle has been applied in many fields. Example, aircraft using design and flight techniques are being inspired by bats. ഓക്കെ, അതാണ് മെയിൻ എക്സാമ്പിൾ. പക്ഷെ അതല്ലാതെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. മെയിനായിട്ട് ബയോമിമിക്രി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സൈഡ്. ഓക്കെ, കൺസ്ട്രക്ഷൻ സൈഡിൽ എന്തിട്ടുണ്ടാവും, കുറേ മോഡൽസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നേച്ചറായിട്ടുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ന്യൂ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് aesthetics. Okay, aesthetics is nothing, it's mainly give the importance for look. Okay, ഇത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലുക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, വിഷ്വൽ അപ്പീലിന് വേണ്ടിയിട്ട് മാത്രം. ബയോമിമിക്രി എന്ന് പറയുമ്പോൾ വി ഹാവ് സം പ്രോബ്ലം, വി സോൾവ് ദാറ്റ് പ്രോബ്ലംസ് യൂസിങ് ദ ഹെൽപ്പ് ഓഫ് നേച്ചർ. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് അസെറ്റിക്സ്. അസെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ ഇമ്പോർട്ടൻസ് എന്താണ്, ഫെയറിനാണ്, ഒരു ബ്യൂട്ടീനാണ് അത് എന്ത് ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹൗ തിങ്സ് ലുക്ക്. ഓക്കെ, ഹൗ തിങ്സ് ലുക്സ് മീൻസ് ഫോർ എക്സാമ്പിൾ ഓക്കെ, കളർഫുൾനെസ്സിനാണ്, മനസ്സിലായോ? അതെന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിസിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, വിഷ്വലി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരാൾ ഒരു പ്രൊഡക്റ്റിനെ കാണുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ബോധറാവില്ല. വി ആർ ഓൺലി ഗിവ് ദ ഇമ്പോർട്ടൻസ് ഫോർ ദ ലുക്ക്. ഓക്കെ, അതിൻ്റെ വിഷ്വൽ റിപ്രസെൻറ്റേഷനിൽ എത്രയാണോ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുക അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്യുന്നതാണ് എന്ത് പറയുക, എസ്തെറ്റിക്സ് എന്ന് പറയും. Okay, it is concerned with how things look. This can be influenced by an object appearance and its style. Okay, this can be influenced by an object appearance and its style. Okay, the appearance of an object is the feature that people notice first. The appearance of an object is the feature that people notice first. In some way, appearance can be very personal and is influenced by things like the materials from which the object made and type of finish applied to its surface. ഓക്കെ, സോ ഈ അപ്പിയറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പേഴ്സണൽ തിങ് ആണ്. പേഴ്സണൽ തിങ് എന്ന് പറയുമ്പോൾ എന്താണ്, സപ്പോസ് എനിക്കൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഓക്കെ, സെയിം ഡിസൈൻ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, വേറൊരാളിന് ഇഷ്ടപ്പെടണമെന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല, റിസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ അഭിനവിന് ഒരു പ്രോഡക്റ്റ് ഓക്കെയാണ്, ഡിസൈൻ വൈസ് ഇറ്റ്സ് ഓക്കെയാണ്. ഓക്കെ, സെയിം പ്രൊഡക്റ്റ് എന്താണ് ഋഷ്വിന് ഓക്കെ ആവണമെന്നുണ്ടോ, ഋഷ്വിനിക്ക് അത് ഇഷ്ടപ്പെടണമെന്നുണ്ടോ, ഇല്ല. ബോത്ത് അവരുടെ രണ്ടാൾക്കാരുടെ ടേസ്റ്റിന് എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അസെത്തറ്റിക്സിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്തിനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇറ്റ്സ് മെയിൻലി ഗിവ് ദ ഇമ്പോർട്ടൻസ് ഫോർ ലുക്ക്. ഓക്കെ, അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അസെറ്റിക്സിന് എന്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക.
Okay, it is important that product have visual appeal. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഡക്റ്റിനെ വാങ്ങിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അയാളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അയാൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രൊഡക്റ്റിനെ കാണുമ്പോൾ അയാൾ ഒരു ചെറിയ നേരം നമ്മളുടെ ഒരു അട്രാക്ഷൻ കൊടുക്കണം എന്ന് വിചാരിക്കും. നമ്മുടെ പ്രൊഡക്റ്റ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് വർക്ക് ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കണം, വിഷ്വലി സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, വിഷ്വലി സ്ട്രോങ് ആയിരുന്നാൽ മാത്രമാണ് അവരെന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെന്ത് ചെയ്യുക, വന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ഹൗ തിങ്സ് ലുക്സ്. ദിസ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻ ഒബ്ജക്റ്റ് അപ്പിയറൻസ് ആൻഡ് ഇറ്റ്സ് സ്റ്റൈൽ. Okay, the appearance of an object is a feature that people notice to first. First people നോക്കുന്നത് എന്തായിരിക്കും, അപ്പിയറൻസ് ആണ് നോക്കുക, ഒരു പ്രൊഡക്റ്റിൻ്റെ അപ്പിയറൻസ് ആണ് നോക്കുക. Okay, in some way appearance can be very personal and is influenced by things like the materials from which the object made and type of finish applied to its surface. Okay, it is important that product have visual appeal. Here are aesthetics. So elements of aesthetics എന്തൊക്കെയാണ്? വിഷൻ, ഹിയറിംഗ്, ടച്ച്, ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഓക്കെ, വിഷൻ മീൻസ് വി നീഡ് ടു ഹാവ് സം ഇമ്പോർട്ടൻസ് ഫോർ കളർ, ഷേപ്പ്, പാറ്റേൺസ് എക്സെട്ര. ഓക്കെ, ഹിയറിംഗ് മീൻസ് സോ ലൗഡ്നെസ്, പിച്ച്, ബീറ്റ് ആൻഡ് repetition. Okay, then touch, texture, shape, weight, comfort. Okay, then taste, strength, sweetness, sourness. Smell, strength and sweetness. Okay, these are the elements of aesthetics. What is meant by biomimicry? Biomimicry എന്ന് പറയുന്നത് എന്താണ്? We have creating a solution to human challenges by emulating designs and ideas found in nature. Okay, then aesthetics എന്ന് പറയുന്നത് എന്താണ്? It is concerned with how things look. Okay, it is important that product have visual appeal. Okay, we need to have a full importance to the visual appeal. Okay, not about we are not going to bother about the future or anything related that. Okay, only giving importance to the visual appeal. Okay, then final one is ergonomics. Okay, the ergonomics are human factor or scientific discipline concerned with the understanding of interaction among humans and other elements of the system. Okay, ergonomics എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ we are not going to give an importance for look wise or ലുക്ക് വൈസ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, വേറെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ദിസ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ടു ദ യൂസർ ഇൻട്രാക്ഷൻ. ഇത് മെയിൻലി എന്ത് ചെയ്യും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വാട്ട് ഇസ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് സബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ്. യൂസർ ഫ്രണ്ട്ലി. When you are going to develop a product, that product should be user friendly. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. നിങ്ങൾ ഏത് യൂസറിനാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ യൂസറിനനുസരിച്ചായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ATM മെഷീനിലുള്ള ഡ്രോബാക്ക് എന്തായിരിക്കും? ഇപ്പോൾ എല്ലാ ATM മെഷീനും യൂസർ ഫ്രണ്ട്ലി ആണോ? എല്ലാ ATM മെഷീനും യൂസർ ഫ്രണ്ട്ലി ആണോ? അല്ല അല്ല. എന്തുകൊണ്ടാണ് യൂസർ ഫ്രണ്ട്ലി അല്ല? അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. യൂസർ ഫ്രണ്ട്ലി ടെക്നിക്കലി വിട്ടേക്ക്, ഫിസിക്കൽ അപ്പിയറൻസ് വൈസ് എന്ത് പ്രശ്നം ഉണ്ടാവും? ഇപ്പോൾ ചില ആൾക്കാർ ATMൽ ക്യാഷ് എടുക്കാൻ പോകുന്ന ആൾക്കാർ എല്ലാവരും ആ ഹൈറ്റിൽ തന്നെ ഉള്ള ആൾക്കാരായിട്ടുണ്ടാവില്ല, അല്ലേ? ചിലപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടാവും, ഹൈറ്റ് ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ പോകും, ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടോലായിട്ടുള്ള ആൾക്കാർ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷീൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക് ആണ്. അപ്പോൾ ഷോർട്ടായിട്ട് പോകുന്ന ആൾക്കാർ പോയാൽ എന്ത് പ്രശ്നം വരും? ഷോർട്ടായിട്ട് പോകുന്ന ആൾക്കാർ വന്നാൽ എന്ത് പ്രശ്നം വരും? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ക്രീനിൽ കാണാൻ പറ്റില്ല, എത്തൂല. ഓക്കെ, അപ്പോൾ നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അഡ്ജസ്റ്റബിൾ മെഷീൻ ആയിരിക്കണം, അല്ലേ? അഡ്ജസ്റ്റബിൾ മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ പോയാൽ അവർ അതിനനുസരിച്ച് എന്ത് ചെയ്ത് വെക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അങ്ങനെ എന്താണ് ബേസ്, അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്ത് വെക്കണം, നമ്മൾ ഡിസൈൻ ചെയ്യാനായിരിക്കണം, ഹൈറ്റിന് ഡിപ്പെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയാം, എർഗണോമിക്സ് എന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? എക്കണോമിക്സിൻ്റെ ഡിസൈൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ബസ്സിന് വിചാരിക്കുക. ഓക്കെ, ബസ്സിൽ പോവാണ്.
ഓക്കെ, അപ്പോൾ ബസ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോർമൽ ബസ്സിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് എർഗണോമിക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എന്താണ് ഇപ്പോൾ നോർമൽ ഉള്ള ആൾക്കാരൊക്കെ വേണമെങ്കിൽ ബസ്സിൽ സ്റ്റെപ്പിൽ കയറി പോകാൻ പറ്റും. സെയിം വീൽ ടൈം. ചെയറിലുള്ളവര് ഓക്കെ, ഹാൻഡിക്യാപ്ഡ് ആൾക്കാർ വരുമ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല? യൂസർ ഫ്രണ്ട്ലി അല്ല അവർക്ക്. അല്ല. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്താൽ ആ പ്രൊഡക്റ്റിന് എന്തായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ചിന്തിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? എർഗണോമിക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പിയറൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് എന്ത് ഡിസൈനാണ് നമ്മൾ പറയുക? അപ്പിയറൻസിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് എന്ത് ഡിസൈനാണ്? എന്ത് ഡിസൈനാണ് അമൽ? എന്താ സാറേ? അപ്പിയറൻസിന് മാത്രം, ലുക്കിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിചാരിക്കാം. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്ത് ഡിസൈനാണ് അപ്പോൾ? ആസ്തെറ്റിക്സ്. ഓക്കെ, ക്ലിയർ ആയ? അപ്പിയറൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്താൽ അത് എസ്തെറ്റിക്സ് ആണ്. ഓക്കെ, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്താൽ അതെന്താണ്? എക്കണോമിക്സ് ആണ്. ഓക്കെ, നേച്ചറിലുണ്ട് നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് വെച്ച് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ബയോ മിമിക്രിയാണ്. ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണോ? Okay, ergonomics are a human factor or a scientific discipline concerned with the understanding of interaction among humans and other elements of a system. Okay, it deals with scientific study of relationship between human and environment. Okay, ഇപ്പോൾ മെയിൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഒരു ബീച്ച് സൈഡ് നമ്മൾ പോകുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ കുറേ ചെയർ ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? ഫുൾ ചെയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചെയർ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്? സപ്പോസ് നമ്മുടെ ഹാൻഡിക്യാപ്ഡ് വീൽ ചെയറിലുള്ള ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൽ ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ അവർ ചെയ്തിട്ടുണ്ട്. എന്ത് ഡിസൈനാണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ്? ഇപ്പോൾ 3 ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്തിലാണെങ്കിൽ സെൻട്രലുള്ള സ്പേസിന് അവർ എന്ത് ചെയ്ത് കുറച്ച് ഫ്രീ ആയിട്ടിട്ടു. ഓക്കെ, അപ്പോൾ അവൻ്റെ വീൽ ചെയർ ഇതിലാണ് സ്പ്ലിറ്റ് ആവുക? ഏതിൽ വന്ന് അറ്റാച്ച് ആവും? ആ ഫ്രീ സ്പേസിൽ വന്ന് അറ്റാച്ച് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. തന്ന ശേഷം അവർ പറയും നിങ്ങളത് അസ്തെറ്റിക്സ് ഫോമിൽ ക്രിയേറ്റ് ചെയ്യണമെന്നും പറയും. സെയിം അഗെയിൻ എന്ത് പറയും? എർഗണോമിക്സിലും ഡിസൈൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അസ്തെറ്റിക്സിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? അസ്തെറ്റിക്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? യൂസർ ഫ്രണ്ട്ലിങ്ങിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം? അതിൻ്റെ ബ്യൂട്ടീനെ മാത്രമാണ് പ്രിഫറൻസ് കൊടുക്കുക. വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആലോചിക്കരുത്. സെയിം ടൈം എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബ്യൂട്ടീനെ കുറിച്ച് എന്ത് ചെയ്യരുത്? ആലോചിക്കരുത്. വി ആർ ഗിവിങ് ഓൺലി ഇമ്പോർട്ടൻസ് ടു ദ യൂസർ ഫ്രണ്ട്ലി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കഴിഞ്ഞ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ടോപ്പിക് ബേസിലാണ്. ഓക്കെ, ഇന്നത്തെ കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ ഷോ ദ ഡിസൈൻ എ സിമ്പിൾ സോഫ ആൻഡ് ദെൻ ഡെസ്പെക്ട് ഹൗ ദ ഡിസൈൻ ചേഞ്ചസ് വെൻ കൺസിഡറിങ് aesthetics and ergonomics into the consideration. Give hand sketch and explanation to justify the changes in design. Question മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണ്? യു ആർ ഗോയിങ് ടു ഡിസൈൻ ഓൺ സോഫ. ഓക്കെ, സോഫ ഡിസൈൻ ചെയ്യണം. ഏതൊക്കെ രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്? അസ്തെറ്റിക്സും ഡിസൈൻ ചെയ്യണം. എഗെയിൻ എന്ത് ചെയ്യണം? എർഗണോമിക്സും ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അസ്തെറ്റിക്സിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ അപ്പിയറൻസ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സെയിം ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ എന്ത് ചെയ്യണം? യൂസർ ഫ്രണ്ട്ലി, യൂസർക്ക് കംഫോർട്ടായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. ഓക്കെ, ഫാസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഫസ്റ്റ് ഉള്ളത് അസ്തെറ്റിക്സ് ഫോമിലുള്ള ഒരു സോഫ ഡിസൈൻ ചെയ്യും. നെക്സ്റ്റ് എർഗണോമിക്സ് ചെയ്യും. ഷോ ദ ഡിസൈൻ സിമ്പിൾ, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഷോ ദ ഡിസൈൻ ഓഫ് സിമ്പിൾ സോഫ ആൻഡ് ദെൻ റെസ്പെക്ട് ഹൗ ദ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും? അസ്തെറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ഡിസൈൻ ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എർഗണോമിക്സ് ചെയ്യണം.
വരയ്ക്ക് ഡിസൈൻ ചെയ്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അസ്തറ്റിക്സിന് 7 മാർക്കിനാണ് ഉണ്ടാവുക. എഗൈൻ എന്താണ്, എക്കണോമിക്സിന് 7 മാർക്കാണ് ഉണ്ടാവുക. ഡിസൈൻ ചെയ്തിട്ട് പറ. ഫസ്റ്റ് അസ്തറ്റിക്സ് ചെയ്. ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് ഞാൻ അറ്റൻഡൻസ് ചോദിക്കുന്നുണ്ട്. അറ്റൻഡൻസ് ചോദിക്കുന്ന ആൾക്കാർ അറ്റൻഡൻസ് പറഞ്ഞു കേട്ടോ. ആശിഷ് സാറേ. ആശിഷ് അഭിനവ് പ്രസന്റ് സാർ. അഭിഷേക് അറ്റൻഡൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ഡിസൈൻ വരയ്ക്ക് ഫാസ്റ്റായിട്ട്. ദെൻ ആദിത്യ, ദെൻ ഐശ്വര്യ, ഓക്കെ, അഖിൽ സി വി, അഖിൽ കെ, അമൽ, റോമിന മൽക്ക, അനിരുദ്ധ്, അഞ്ജിത, അനുജ, അനുപമ, അറോമൽ, അർപ്പിത്, അരുണ്ട, അശ്വിൻ, റസ്ന, ഹംഷത, കൃത്തുൽ, ജരീഷ്, ഖദീജ, വികിത്, ലിയാന, മിഥുൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, സാലിഖ്, സഫീഖ്, നബീൽ, നന്ദ, സഫീഖ് ഇല്ല, പ്രിൻസ്, വിശ്വിൻ, ഋത്തിക്, രോഹിത്, ഓക്കെ, സഫീർ, സങ്കീർത്തന, സേജ്, സാരംഗ്, സെബിൻ, ഷബിൻ, സുഷ്രാജ്, ധനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, യാദവ്. ഡിസൈൻ ആരാ കംപ്ലീറ്റ് ചെയ്ത? തുളസി കംപ്ലീറ്റ് ചെയ്ത? തുളസി, അനുപമ, ചെയ്യുന്നു. വികിത്, സാർ ആയിട്ടില്ല, ചെയ്തോണ്ടിരിക്കുന്ന. ഫസ്റ്റ് അസ്തറ്റിക്സ് ചെയ്യും, എക്കണോമിക്സ് വേണ്ട.
വേറെ ബയോ മിമിക്രിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് ഉണ്ടാവുക? എന്താ സാറേ? ബയോ മിമിക്രിന് വേറെ എന്തൊക്കെ എക്സാമ്പിൾ പറയാം? സോളാർ പാനൽ, മനസ്സിലായില്ല. സോളാർ പാനൽ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് വഴി അതിന്റെ കോൺസെപ്റ്റ് വെച്ച് സോളാർ സെൽസ്, സോളാർ സോളാർ സെൽസ് ഇല്ല. ഓക്കെ. പിന്നെ അവിടെ എർഗോണമിക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് പറയാം. നിങ്ങൾ മോർണിംഗ് യൂസ് ചെയ്യുന്ന ഒരു സാധനം ബ്രഷ് പറയാം. എർഗോണമിക്സ് ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷ് എങ്ങനെയാണ് എക്കണോമിക്സിന് ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റും? എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ ടൂത്ത് ബ്രഷ് എങ്ങനെയാണ് ഉണ്ടാവുക? സ്റ്റിക്കായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, ടങ് ക്ലീനർ ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും എന്താണ് ഒരു സിംഗിൾ ടൂത്ത് ബ്രഷിനാണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ബ്രഷ് ചെയ്യാനും എന്തുണ്ടാവും? ഹെൽപ്പായിട്ടാണ് ഉണ്ടാവും. അപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എക്കണോമിക്സിന് പറയാനായിട്ട് ടൂത്ത് ബ്രഷ് എന്ന് പറയാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആ ടൈമിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ബയോമിമിക്രി പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നതൊക്കെയാണ് ചോദിക്കുക. 14-15 സാറേ മറ്റേ നമ്മളെ ഈ സ്ട്രാപ്പല്ലുള്ള ചെരുപ്പിന്റെ, അത് നമ്മളെ കാട്ടിലെല്ലാം ഒരു സംഭവം ആ ഡ്രസ്സിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന അതുമായിട്ട് കമ്പയർ ചെയ്തുകൂടെ? ഒരു നമ്മളെ സ്ട്രാപ്പ് ഇപ്പൊ ഒട്ടിപ്പിടിക്കുന്നില്ലേ? ചെയ്യാം അപ്പൊ ഒരു ഒരു ഉരുണ്ട ബോൾ പോലത്തെ സാധനം നമ്മളെ ഡ്രസ്സിൽ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കും. ചെയ്യാം ചെയ്യാം. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഞാൻ ഇവിടെ നിന്നാണ് ഇൻട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യണ പ്രൊഡക്റ്റിൻ്റെ ഫിഗറും വേണം, നിങ്ങൾ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും. ക്ലിയർ ആണോ? ആ സാർ. ഇമേജ് വരച്ചാൽ മതി. ഇമേജ് വരച്ച് എന്ത് ചെയ്താൽ മതി? റൈറ്റിംഗ്സ് വെച്ച് ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഡിസൈൻ കംപ്ലീറ്റ് ആയി ആരെങ്കിലും? അഭിനവ് കംപ്ലീറ്റ് ആക്കിയാ? ഇല്ല സാറേ. എടുത്തത് അനിരുദ്ധ കംപ്ലീറ്റ് ആക്കിയാ? ഇതിൻ്റെ ഡിസൈന് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് ചിലപ്പോൾ തരും. ഓക്കെ. ലിൻവേസിൽ നോക്കുക. ലിൻവേസിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? വരച്ചിട്ടുള്ള ഫിഗർ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം.